ഏവർക്കും സ്നേഹവന്ദനം. ഇറാനിനെ പണ്ട് പേർഷ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രബലമായ വംശവിഭാഗമായ പേർഷ്യൻ വൈവിധ്യമാർന്ന വംശപാരമ്പര്യമുള്ളവരാണെങ്കിലും പേർഷ്യൻ ജനതയെ അവരുടെ ഭാഷയായ പേർഷ്യൻ അഥവാ ഫാർസി ഒന്നിപ്പിക്കുന്നു. ഇത് ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ഇന്തോ ഇറാനിയൻ ഗ്രൂപ്പിൽപ്പെടുന്ന ഒന്നാണ്. പേർഷ്യൻ ഭാഷയുടെ ഒരു വകഭേദമായിട്ടുള്ള ഡാരി അഫ്ഗാനിസ്ഥാൻ്റെ പൊതുവായതും ഔദ്യോഗികമായിട്ടുള്ള ഭാഷയും കൂടിയാണ്. അവരെ കൂടാതെ പാകിസ്ഥാനിലും ഇതേ ഭാഷ സംസാരിക്കപ്പെടുന്നുണ്ട് പല മേഖലകളിലും. നമുക്കറിയാവുന്ന പോലെ BC 1000 തെക്കൻ ഇറാനിലേക്ക് അന്ന് പെർസീസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തേക്ക് കുടിയേറിയ ഇന്തോ യൂറോപ്യൻ നാടോടി ജനതയുടെ പേരായ പാർസിയിൽ നിന്നാണ് പേർഷ്യ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. BC 9-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന അസീറിയൻ രാജാവായിരുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഷൽമനേസർ രണ്ടാമൻ്റെ ചരിത്രത്തിലാണ് പാർസ്യയെക്കുറിച്ചുള്ള ആദ്യത്തെ ലിഖിത പരാമർശം നമുക്ക് കാണാൻ കഴിയുന്നത്. പാർസികൾ അവരുടെ രാഷ്ട്രീയ സ്വാധീന മേഖല വികസിച്ചപ്പോൾ, പ്രത്യേകിച്ച് അക്മേനിയൻ രാജവംശത്തിൻ്റെ അതായത് BC 559 മുതൽ 330 വരെയുള്ള കാലഘട്ടത്തിൽ മുഴുവൻ ഇറാനിയൻ പീഠഭൂമിയും പുരാതന ഗ്രീക്കുകാർ പോലുള്ളവർ പുറത്തുള്ളവർക്ക് പേർഷ്യ എന്ന് അറിയപ്പെട്ടിരുന്നു. അതിലെ വിവിധ ജനങ്ങളെ പേർഷ്യക്കാർ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. BC 330 പേർഷ്യ കീഴടക്കിയതായുള്ള മഹാനായ അലക്സാണ്ടറും പ്രാദേശിക സസാനിയൻ രാജവംശവും ഉൾപ്പെടെ തുടർന്നുള്ള ഭരണാധികാരി സാംസ്കാരിക ഏകീകരണം വളർത്തിയെടുത്തു. AD 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം പേർഷ്യ കീഴടക്കുന്നതിന് മുമ്പ് മിക്ക പേർഷ്യക്കാരും BC 1-ാം സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ പകുതിയിൽ ജീവിച്ചിരുന്ന പുരാതന പ്രവാചകനായ സൊറാസ്ട്ര അഥവാ സരത്രുഷ്ട്രയുടെ പഠിപ്പിക്കലുകളെ അടിസ്ഥാനമാക്കിയുള്ള സൊറാസ്ട്രിയനിസം പിന്തുടർന്നു വന്നിരുന്നു. 21-ാം നൂറ്റാണ്ടിലെ ഇറാനിൽ ഒരു ചെറിയ എണ്ണം സ്വരാഷ്ട്രീയക്കാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ കൂടുതൽ സ്വരാഷ്ട്രീയക്കാർ ദക്ഷിണേന്ത്യയിലാണ് താമസിക്കുന്നതെന്നുള്ള നമുക്ക് അറിയാം. സ്വരാഷ്ട്രീയക്കാർക്ക് പുറമെ ബഹായി വിശ്വാസത്തിൻ്റെ അഥവാ ഇറാനിൽ ഉത്ഭവിച്ച പേർഷ്യൻ അനുയായികളും ജനസംഖ്യയുടെ ഒരു ചെറിയ ന്യൂനപക്ഷമായിട്ട് അവിടെ കാണുന്നു. അവരുടെ മതം മുസ്ലിം സർക്കാർ ശക്തമായിട്ട് നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മൾ പറയുന്നതായിട്ടുള്ള മുജാഹിദീൻ ഗ്രൂപ്പ് അവരെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ടടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇറാനിൽ നടക്കുന്നത്. ഞാൻ ചരിത്രം പറയാൻ കാരണം, നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ പോസിറ്റീവായിട്ടുള്ള കമൻസൊക്കെ ഇട്ടിട്ട് ചില ആളുകൾ എഴുതി ചോദിച്ചാൽ ഇറാനെക്കുറിച്ചും ഇറാൻ്റെ ഭാഷയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവിടുത്തെ മതത്തെക്കുറിച്ചും, പ്രത്യേകിച്ച് ഷിയ വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം നമ്മുടെ നാട്ടിൽ സുന്നികളാണ് കൂടുതലുള്ളത്. അതുകൂടാതെ മുജാഹിദനുണ്ട്, ജമായത്തുണ്ട്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ സാമ്യമുള്ളതാണോ ഇവർ? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്ന് എഴുതി ചോദിച്ചിട്ടുള്ളത് കൊണ്ടും ചില ആളുകൾ വിളിച്ചു ചോദിച്ചുകൊണ്ടും എല്ലാവരുടെയും പൊതുവിലേക്കുള്ള അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊരു ചരിത്രപരമായ വസ്തുതയായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ദയവുണ്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സ്നേഹിതർക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഇത് ഫോർവേഡ് ചെയ്യണമേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല കമൻസ് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇറാനിലെ ഭരണത്തെക്കുറിച്ച് സംസാരിക്കാം. ഇറാനിൽ രാജാക്കന്മാരായിരുന്നു 2.5 സഹസ്രാബ്ദത്തിലേറെക്കാലം ഭരിച്ചത്. BC 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് AD 20-ാം നൂറ്റാണ്ട് വരെ തുടർന്ന ഒരു രാജകീയ ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആദ്യകാല ഇറാനിയൻ രാജാവ് മിഡിയൻ അഥവാ മേധോ രാജവംശത്തിലെ ഡിയോസസ് അഥവാ BC 727 മുതൽ 550 വരെയുള്ള കാലഘട്ടത്തിൽ അവരായിരുന്നു മേധോ പേർഷ്യൻ രാജ്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അക്യുമെനിഡീസ് രാജവംശത്തിലെ മഹാനായ സൈറസ് പോലുള്ള ആളുകളൊക്കെ അവിടെ ഭരിച്ചിട്ടുള്ളതാണ്. അവർ പൊതുവെ അവിടെ നല്ല ഭരണം കാഴ്ചവെച്ചവരാണ്. ഈ സൈറസിനെ കുറിച്ച് അതിനെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ കാണുന്നത് എൻ്റെ അഭിഷിക്തനായ കോരസ് എന്നാണ്. ദ അനോയിന്റഡ് വൺ സൈറസ് എന്നാണ് ദൈവമായ കർത്താവ് സൈറസിനെ വിളിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ജാതി മത വർഗവർണ്ണ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതും കൂടിയാണ് വിശുദ്ധ ബൈബിളിലൂടെ നമ്മളെ ആ വിളിയിലൂടെ ദൈവം ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക വിപ്ലവം വഴി അട്ടിമറിക്കപ്പെട്ട പഹലവി രാജവംശത്തിൻ്റെ അഥവാ 1925 മുതൽ 1979 വരെയുള്ള കാലഘട്ടത്തിൽ മുഹമ്മദ് റസ ഫലഹ്വി ആയിരുന്നു അവസാനത്തെ ഇറാനിയൻ രാജാവ്. അതിനുശേഷം ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് ഭരിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. AD 632 ഇസ്ലാമിക പ്രവാചകൻ വഖാഫ് കാലം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബന്ധുവായ അലിയുടെ ഒരു കൂട്ടം അനുയായികൾ, അദ്ദേഹത്തിൻ്റെ ബന്ധു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകൾ ഫാത്തിമയുടെ ഭർത്താവാണ് ഈ പറഞ്ഞായിട്ടുള്ള
അലി. ആ അലിയുടെ അനുയായികൾ അല്ലെങ്കിൽ അവരുടെ വംശത്തിൽപ്പെട്ട ഒരു കൂട്ടം അനുയായികൾ ഷിയ കക്ഷികൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഷിയ എന്ന് പറഞ്ഞാൽ തന്നെ കക്ഷികൾ എന്നാണ് അർത്ഥം. അദ്ദേഹത്തെ നിയമാനുസൃതമായ അവകാശിയും ഖലീഫയുമായിട്ട് പ്രഖ്യാപിച്ചു. ആരെ? ഈ അലിയെ. ആരുടെ? മുഹമ്മദ് നബിയുടെ പിൻഗാമിയായിട്ട് അവരെ പ്രഖ്യാപിച്ചു. എന്നാൽ 30 വർഷത്തേക്ക് ഈ ഗ്രൂപ്പിൻ്റെ പ്രതീക്ഷകൾ സഫലമായില്ല. എന്ന് പറഞ്ഞാൽ ഈ ഷിയാക്കളുടെ, ഈ കക്ഷികളുടെ താല്പര്യം നടന്നില്ല. ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെ നയിച്ചിരുന്നത് അബൂബക്കർ റാവിയും ഉമ്മർ ഖലീഫയും ഉസ്മാൻ ഖലീഫയും ഒക്കെ ആയിരുന്നു. അപ്പോൾ പ്രവാചകൻ്റെ 3 അനുയായികൾ ഖലീഫമാരായിട്ട് അവിടെ ഭരണം നടത്തിയത് കൊണ്ട് അവരെ സുന്നി ഇസ്ലാമിനെ ഈ ഖലീഫമാർ പ്രതിനിധാനം ചെയ്യുകയുണ്ടായി. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും വിശ്വസിച്ചിരുന്ന സുന്നത്തിനെ അഥവാ ശരിയായ പാത പ്രതിനിധീകരിക്കുന്നുവെന്ന് അവരുടെ അനുയായികൾ അവകാശപ്പെടുകയും ചെയ്തു. ഇതിനെ അലിയും അനുയായികളും, അലി എന്ന് പറയുന്നത് നബിയുടെ മരുമകനാണ്, അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും എതിർക്കുവാൻ ഇടയായിത്തീർന്നു. ഉമ്മറും ഉസ്മാനും ഇസ്ലാം പ്രചരിപ്പിച്ച രീതികളെയും അവർ എതിർത്തിരുന്നു എന്നുള്ളതാണ് അവരുടെ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവ മുഹമ്മദിൻ്റെയും ഖുറാൻ്റെയും വാക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് അവർ കൃത്യമായിട്ട് പറയുകയാണ്. ഷിയ ഇസ്ലാമിൻ്റെ അഭിപ്രായത്തിൽ അധികാര പരമ്പര അലിയിൽ അഥവാ ആദ്യത്തെ ഷിയ ഇമാം ആരംഭിച്ച് മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയുമായുള്ള അദ്ദേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ പിൻഗാമികളുടെ തുടരുന്നു എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. അപ്പോൾ നബിയുടെ പിൻഗാമിയാണ് വാസ്തവത്തിൽ അലി എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഷിയാക്കളുടെ വംശത്തിൽ 12ാമത്തെയും അവസാനത്തെയും ഷിയ ഇമാമായ മുഹമ്മദ് അൽ മഹദിക്ക് സന്താനങ്ങളൊന്നും അവശേഷിച്ചിരുന്നില്ല. 873 അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്തു. അപ്പം ഇപ്പോഴും ഷിയ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ വെളിപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിശിഹ ആയി കണക്കാക്കുകയാണ്. കൂടാതെ അവർ ശരിയായ ഷിയ ഭരണം സ്ഥാപിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. അപ്പോൾ ഷിയ ഇസ്ലാം സ്ഥാപിതമായത് മുതൽ രക്തസാക്ഷിത്വത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ആരാധനയിലൂടെ അവർ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടമാണ്. കൂടാതെ ഇസ്ലാമിക ചരിത്രത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ നിരവധി മിശിഹായിക ഗ്രൂപ്പുകളെ നമുക്ക് അവരുടെ ഇടയിൽ കാണാൻ കഴിയും. ഈ ഗ്രൂപ്പുകളിൽ ഒന്ന് 12 ഷിയ ഇസ്ലാം ഗ്രൂപ്പുകൾ അംഗീകരിച്ച സഫാവിദ് ക്രമമായിരുന്നു എന്നുള്ളത് മറന്നു പോരുത്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ധാരാളം സെക്ടേറിയൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഉള്ളതുപോലെ തന്നെ അവിടെയും ഒരുപാട് സെക്ടേറിയൻസ് ഉണ്ട്. അതിൽ ഈ 12 ഷിയ ഇസ്ലാം ഗ്രൂപ്പുകൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്ന സഫാവിദ് അതിലെ ഒരു ക്രമമാണത്. ആദ്യകാല സഫാവിദ് ക്രമം തുടക്കത്തിൽ സുന്നി വിശ്വാസങ്ങളൊക്കെ കുറേയൊക്കെ സ്വീകരിച്ചിരുന്നു. അവരുടെ പിന്തുണക്കാരായ തുർക്കോമൻ ഗോത്രങ്ങൾ, അതുപോലെ ഖ്വാജ അലി സഫാവിയുടെ നേതൃത്വത്തിൽ AD 1427 ഷിയ ഇസ്ലാം സ്വീകരിക്കാൻ അവരെ സ്വാധീനിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് ജുനൈദ് അദ്ദേഹം 1460 AD മരിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഭരണം കൂടുതൽ അക്രമാസക്തമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റം സൈക്കോസിസ്, പുനർജന്മം എന്നിവയിലുള്ള വിശ്വാസവും മഹദി എന്ന ആശയം തുടങ്ങിയ ഷാമനിക് പോലുള്ള വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു തീവ്രമായ ഷിയ ഇസ്ലാമിൻ്റെ ബ്രാൻഡ് ഇവരെ സ്വീകരിക്കാൻ ഇടയായിത്തീർന്നു. 15ാം നൂറ്റാണ്ടിലെ ഇറാനിലെ വിവിധ നഗരങ്ങളിലും പ്രവിശ്യകളിലൂടെ ഉടനീളമുള്ള മത സാഹചര്യത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. എന്നാൽ ഇതിനെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരു വിവരണം ഹംദല്ല മുസ്തവി എന്ന് പറയുന്ന വ്യക്തി തൻ്റെ നുസഹത്ത് അൽ കുലുബീൻ മുൻ നൂറ്റാണ്ടിൽ എന്ന രചനയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ദി കേംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇറാൻ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അവരതിനെ ആ വിധത്തിൽ അതിനെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന പ്രധാന നഗരങ്ങളിൽ സുന്നി ജനസംഖ്യ പ്രബലമായിരുന്നുവെന്നും 12ാമത്തെ ഷിയ ഇസ്ലാം ഗിലാൻ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി മസനന്ദരൻ, റേ, വരാമിൻ, കോം, കാഷാൻ, ഗുഷേസ്ഥാൻ, ഖുറാസാനിലെ സബ്സവാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരുന്നതെന്നും മുസ്തവി എഴുതിയിട്ടുള്ള ദി മുറീഡ് കാലഘട്ടത്തിലും പ്രത്യേകിച്ച് സുന്നി ഗൊയൂൻ ലുവിൻ്റെ കീഴിലും ഇറാനിലെ വിവിധ പ്രദേശങ്ങളിലെ കർഷകർക്കിടയിലും ഷിയ ഇസ്ലാം വളരെ പ്രബലമായിരുന്നുവെന്നും പറയുന്നു. ഇപ്പോൾ പ്രധാന നഗരങ്ങളിൽ ചില പ്രഭുക്കന്മാരുടെ കുടുംബങ്ങളും ഷിയാക്കളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ അവർ പ്രധാനപ്പെട്ട ഭരണപരമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. അതേപോലെ തന്നെ മുസ്തഫിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം വിവരിച്ച മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും സുന്നികളോ ഷിയകളോ അധിവസിച്ചിരുന്ന സ്ഥലങ്ങളിലും സുന്നി ഷാഫി ചിന്താഗതിയുടെ സ്വാധീനം പ്രകടമായിരുന്നുവെന്നും പറയുന്നു. അപ്പോൾ ദി കേംബ്രിഡ്ജ് ഹിസ്റ്ററി ഓഫ് ഇറാൻ അനുസരിച്ച് പേർഷ്യയിലെ മതപരമായ സാഹചര്യത്തിന് ഒരു പ്രത്യേക ഏകദാനതയുണ്ടെന്ന അനുമാനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള തെളിവുകൾ ഈ വിവരണങ്ങളൊക്കെ തന്നെയും നൽകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് അറിയേണ്ടത്. ഞാൻ ആ കാര്യങ്ങൾ ഒന്ന് പറയാം. അത് എൻ്റെ ഓർമ്മയിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി ഒരു പിൻഗാമിയെ വ്യക്തമായി നിശ്ചയിച്ചുവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ. സുന്നികൾ പറയുന്നു അങ്ങനെ വ്യക്തമായിട്ട് ഒരു പിൻഗാമിയെ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന്. അതാണ് സുന്നി മുസ്ലിംസ് വിശ്വസിക്കുന്നത്. എന്നാൽ പ്രവാചകൻ തൻ്റെ ബന്ധുവും മരുമകനുമായ ഹസ്രത്ത് അലി, അദ്ദേഹത്തെ സംബോധന ചെയ്യുമ്പോൾ തന്നെ ഹസ്രത്ത് അലി സല്ലല്ലാഹു അലൈഹി വസല്ലമി എന്ന് തന്നെയാണ് പറയുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ റാവി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നബിക്ക് കൊടുക്കുന്ന അതേ പരിഗണനയാണ് ഈ ഷിയാക്കൾ കൊടുക്കുന്നത്. അപ്പോൾ ഹസ്രത്ത് അലി സായെ പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള പാരമ്പര്യ ഇമാമുകളുടെ ആ പരമ്പരയിൽ ആദ്യത്തെ ആളായിട്ട് പ്രവാചകൻ പരസ്യമായി നിയമിച്ചുവെന്ന് ഈ ഷിയ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വ്യത്യാസത്തിൻ്റെ കാതലായ കാര്യം, ഒന്നാമത് സുന്നികൾ വിശ്വസിക്കുന്നത് നബി ആരെയും തനിക്ക് പിൻഗാമികളായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇളയ ഭാര്യയായിരിക്കുന്ന ആയിഷ ബീബി, നിങ്ങൾക്കറിയാം ആ സംഭവം, ഞാനത് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. അന്ന് നബിക്ക് ഏകദേശം 51 വയസ്സുള്ളപ്പോഴാണ് ആയിഷ ബീബിക്ക് 6 വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു. അവർ തമ്മിലുള്ള വിവാഹമൊക്കെ നടക്കുന്നത് അബൂബക്കർ റാവിയുടെ മകളായിരുന്നു. വേറൊരു അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി തീർന്ന രണ്ടാമത്തെ ഖലീഫയായി തീർന്ന ഉമ്മർ റാവി, ആ ഉമ്മർ ഖാഫിയുടെ മകളെയും നബി വിവാഹം കഴിച്ചിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ ഉത്തുമാനാണ് ഖുർആൻ ക്രോഡീകരിക്കാനായിട്ട്, അപ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞു, അതിനുശേഷമാണ് ഖുർആൻ ക്രോഡീകരണമൊക്കെ നടന്നത്. അതിനകത്ത് ആദ്യത്തെ ഖുർആനുകളെല്ലാം തന്നെ ഉത്തുമാൻ ശേഖരിക്കുകയും അത് കത്തിച്ച് കളയുകയൊക്കെ ചെയ്തു എന്നുള്ളത് അവരുടെ കിതാബുകളിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇസ്ലാമിക സ്റ്റോറീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആ കാലഘട്ടം അത് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെ വലിയ കലാപങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി വക്കാഫത്തായ ശേഷം അല്ലെങ്കിൽ നിര്യാതനായ സമയത്ത് തന്നെ അവിടെ വലിയൊരു തർക്കമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഖുർആൻ്റെ ആധികാരികമായ തഫ്സീറുകളിലും അതുപോലുള്ള മറ്റുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ ഹദീസുകളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് പല വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം, നബി മരിച്ചതിന് ശേഷം വഖാഫത്തായതിനു ശേഷം 3-ാം ദിവസമാണ് അദ്ദേഹം നിര്യാതനായി എന്നുള്ള വസ്തുതയെ ഉമ്മർ വെളിപ്പെടുത്തുന്നത്. അതും വളരെ ഉരുപ്പിടിച്ച വാളുമായിട്ട് കോപാകുലനായിക്കൊണ്ട് നബി തിരുമേനി മരിച്ചു എന്നോ കൊല്ലപ്പെട്ടു എന്നോ ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കഴുത്തിയാൻ വെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കോപാകുലനായിട്ട് വളരെ അസന്തുഷ്ടിതയോടുകൂടെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഷിയാക്കൾ വേറൊരു അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ആ ഷിയാക്കളാണ് ആദ്യമായിട്ട് നബി തിരുമേനി കൊല്ലപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്വാഭാവിക മരണമായിരുന്നില്ല എന്നുള്ള വിധത്തിൽ പറയുന്നത്. ഞാൻ ഒരു ഷെയ്ഖിൻ്റെ വീഡിയോ പരിഭാഷപ്പെടുത്തിയിരുന്നു മലയാളത്തിലേക്ക്. ആ വീഡിയോ എങ്ങനെയാണ്, ഹൂ കിൽഡ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമി എന്ന് പറയുന്നതായ ഒരു വീഡിയോ. അത് ഷെയ്ഖ് ഹബീബ് എന്ന് പറയുന്നതായിട്ടുള്ളൊരു വ്യക്തി, ഒരു ഷിയ പണ്ഡിതനാണ്. ഇന്നും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സുന്നികൾ അദ്ദേഹത്തെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അപ്പം അന്ന് അവർ ഷിയാക്കൾ വിശ്വസിച്ചത് നബി തിരുമേനി സ്വമേധ്യ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമായിരുന്നില്ല. അതൊരു അദ്ദേഹത്തെ വിഷം കൊടുത്ത് 2 ഭാര്യമാരും അവരുടെ കുടുംബാംഗങ്ങളും കൂടെ ചേർന്ന് വിഷം കൊടുത്ത് കൊന്നതാണ് എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഈ സുന്നി സഹോദരങ്ങൾക്ക് ഷിയാക്കളെ ഒരിക്കലും ഇഷ്ടപ്പെടാത്തത്, ഒരിക്കലും അവരെ താല്പര്യമില്ല. അതുപോലെ തന്നെ ഷിയാക്കൾക്ക് സുന്നികളെയും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങളുടെ പ്രവാചകനെ ഇവർ കൊന്നതാണ്, മനഃപൂർവ്വമായിട്ട് വിഷം കൊടുത്ത് കൊന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. ഇങ്ങനെ
അതാണ് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ഒക്കെ കാരണമെന്ന് ചരിത്രപരമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നബി തിരുമേനി ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് ഒരു അനുഗാമിയെ നിശ്ചയിച്ചിരുന്നില്ല എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഷിയാക്കൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് തന്നെ അലിയെ തൻ്റെ പിൻഗാമിയായിട്ട് നിയോഗിച്ചിരുന്നു. അതിൻ്റെ പല തെളിവുകളും അവർ പറയുന്നുണ്ട്. അപ്പോൾ സുന്നി മുസ്ലിങ്ങളും ഷിയാക്കളും തമ്മിലുള്ള പല വ്യത്യാസങ്ങൾ ചിലത് നമ്മൾ പറയാം. ഞാൻ അതിലൊന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ്റെ തൊട്ടു പിന്നാലെയുള്ള പിൻഗാമികളായി സുന്നികൾ ഖലീഫമാരെ കണക്കാക്കുന്നു. മുസ്ലിം സമൂഹത്തെ നയിക്കാൻ വ്യത്യസ്ത പ്രക്രിയകളിലൂടെ ഖലീഫമാരായി മാറിയ പ്രവാചകന്റെ അനുയായികളായിരുന്നു ആദ്യകാലത്തെ നേതാക്കന്മാർ. അതാണ് അബൂബക്കർ റാവിയും അതുപോലെ തന്നെ ഉമർ റാവിയും ഞാൻ പറഞ്ഞ ഉസ്മാൻ റാവിയൊക്കെ. പ്രവാചകന് ശേഷം ആദ്യത്തെ 4 നേതാക്കളെ സുന്നികൾ ശരിയായ മാർഗനിർദ്ദേശമുള്ള ഖലീഫമാർ അല്ലെങ്കിൽ ഖുലഫ റാഷിദൂൻ അല്ലെങ്കിൽ ഖുലഫ റാഷിദൂൻ എന്നാണ് പറയുന്നത്. ഈ ഖലീഫമാർ ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി എന്നിവരായിരുന്നു എന്നാണ് സുന്നികൾ വിശ്വസിക്കുന്നത്. AD 661 ഹസ്രത്ത് അലി വഫാത്ത് ആയ ശേഷം അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിൽ നിന്നുള്ള ആദ്യത്തെ മുസ്ലിം ഖലീഫമാരുടെ രാജവംശം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ അലിയുടെ കുടുംബത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നുള്ള ആ ഒരു ഭരണം ലോകത്തിലേക്ക് വരുന്നത്. ഉമയ്യദ് ഖലീഫത്ത് എന്നാണ് ആ ഒരു ഭരണകൂടത്തെ വിളിക്കുന്നത്. AD 750 വരെ ഉമയ്യദ്മാർ മുസ്ലിം ലോകത്തെ ഭരിച്ചിരുന്നു. നിരവധി ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം അവർ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഖലീഫമാരുടെ രണ്ടാമത്തെ രാജവംശമായ അബ്ബാസിദ് ഖലീഫത്ത് സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. ആദ്യകാല സുന്നികൾ ഖലീഫമാരെ മതപരവും രാഷ്ട്രീയവുമായ അധികാരമുള്ളവരായിട്ട് വീക്ഷിച്ചു. കാലക്രമേണ ഖലീഫമാരെ പ്രധാനമായും രാഷ്ട്രീയ ഭരണാധികാരികളായി കാണപ്പെട്ടു. അതേസമയം വിശ്വാസ കാര്യങ്ങളിൽ അറിവുള്ള പണ്ഡിതന്മാരെ അഥവാ അവരെ ഉലമകൾ എന്നാണ് വിളിക്കുന്നത്, അവരെ മത അധികാരികളായും വ്യാഖ്യാതാക്കളായും വീക്ഷിക്കാനായിട്ട് തുടങ്ങി. ഇവരെ സുന്നികൾ അഹ്ലുസുന്ന ജമാ അഥവാ പ്രവാചകന്റെ വഴിയുടെയും സമൂഹത്തിൻ്റെയും ആളുകൾ എന്നാണ് വിളിച്ചിരുന്നത്. സുന്ന എന്ന പദം പ്രവാചകന്റെ വാക്കുകളും പ്രവൃത്തികളുമായ സുന്നത്തിൻ്റെ അനുയായികളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. മതപരമായ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശത്തിനായി അവർ സമൂഹത്തിലെ പണ്ഡിതരുടെ അഭിപ്രായം സമുന്നയത്തെ ആശ്രയിക്കുന്നു. മധ്യകാല സുന്നത്തിൻ്റെ രേഖകളിൽ കാണുന്ന പ്രവാചകന്റെ മാതൃക അനുസരിച്ച് ജീവിക്കാൻ സുന്നികൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഇന്ന് സുന്നികളിൽ പലതര സമൂഹങ്ങളുണ്ട്. അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരും പല ഭാഷകൾ സംസാരിക്കുന്നവരുമാണ്. മാത്രമല്ല മതവിശ്വാസങ്ങളുടെയും ആചാരങ്ങളെയും കുറിച്ച് അവർക്ക് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുമുണ്ട്. ഇന്ന് 4 പ്രധാന അംഗീകൃത നിയമവിദ്യാലയങ്ങളാണ് അവർക്കുള്ളത്. ആ നിയമവിദ്യാലയങ്ങൾക്ക് മദ്ഹബ് എന്നാണ് വിളിക്കുന്നത്. ഹനഫി, ഹൻബലി, മാലികി, സാഫി ഇങ്ങനെ 4 മദ്ഹബികളാണ് ഉള്ളത്. കൂടാതെ വ്യക്തിപരമായ ആത്മീയ അന്വേഷണത്തിന് പ്രാധാന്യം നൽകുന്ന മുസ്ലിങ്ങളായ മിക്ക സൂഫികളും വിവിധ സൂഫി ത്വരീഖത്തുകളിൽപ്പെട്ട സുന്നികളാണ്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷിയകൾ അവരുടെ പാരമ്പര്യ ഇമാമുകളുടെ പഠിപ്പിക്കലുകൾ വ്യാഖ്യാനിക്കുന്ന സുന്നത്ത് അഥവാ നബിയുടെ മാതൃക അനുസരിച്ച് ജീവിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ അവർ തുടർച്ചയായ നേതൃത്വത്തെ തിരിച്ചറിയുകയും വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നതിനും അവരെ പരാമർശിക്കുന്നവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഉത്തരവാദികളായ ഇമാമുകളുടെ മാർഗനിർദ്ദേശം പിന്തുടരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. മുസ്ലിം സമൂഹത്തെ നയിക്കാൻ പ്രവാചകൻ തൻ്റെ പിൻഗാമിയായി ഹസ്രത്ത് അലിയെ പലതവണ പ്രഖ്യാപിച്ചതായിട്ടാണ് ഷിയകൾ സ്ഥിരീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ട് അവരെടുത്തു പറയുന്നത് ഗാദിർ ഗുമ്മിലെ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. മക്കയിലേക്കുള്ള അവസാന തീർത്ഥാടനത്തിന് ശേഷം പ്രവാചകനും അനുയായികളും മടങ്ങുമ്പോൾ ഗാദിർഗും എന്ന മരുപ്പച്ചയിൽ താമസിക്കുവാനായിട്ട് അദ്ദേഹം അവരോട് ആവശ്യപ്പെടുകയാണ്. ഷിയ സുന്നി ഹദീസ് രേഖകളിൽ പ്രവാചകൻ സദസ്സിനോട് സംസാരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ഹസ്രത്ത് അലിയുടെ കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ ആരുടെ മൗലാണോ അലി അവൻ്റെ മൗലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ കുന്ത് മൗലഹു ഫ അലിയുൻ മൗലഹു. മൗല എന്ന വാക്കിന്
സുഹൃത്ത് അഥവാ യജമാനൻ എന്ന അർത്ഥം വരാം. അപ്പം നിരവധി സന്ദർഭോചിതമായ കാരണങ്ങളെ അടിസ്ഥാനമാക്കി ഷിയകൾ അതിനെ യജമാനൻ എന്ന അർത്ഥത്തിൽ സ്വീകരിച്ചു. പ്രവാചകന്റെ മരണശേഷം മുസ്ലിങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഹസ്രത്ത് അലി നിയോഗിക്കപ്പെട്ടു എന്ന് ഷിയാക്കൾ അന്നും ഇന്നും എന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ അലിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അബൂബക്കർ റാവിയും ഉമ്മർ റാവിയും കൂടെ ഒത്തുകളിച്ചത് എന്നും കൂടെ ഇതിനോടൊപ്പം അവർ ആരോപിക്കുകയും ചെയ്യുന്നു സുന്നികൾക്കെതിരെ. അപ്പോൾ സുന്നികൾ പറയുന്നു അങ്ങനെയൊന്നും ആരെയും ചുമതലപ്പെടുത്തിയില്ല. അന്നത്തെ സാഹചര്യം അനുസരിച്ച് നബിയുടെ ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുചരന്മാരായിരിക്കുന്ന അബൂബക്കറിൻ്റെയും ഉമ്മറിൻ്റെയും പെൺമക്കളെ വിവാഹം കഴിച്ച നബിയുടെ പിന്തുടർച്ചക്കാരായിട്ട് അവർ അധികാരികളായി ഖലീഫമാരായി മാറി, ഭരണാധിപന്മാരായി മാറി എന്നാണ് ഈ സുന്നികളുടെ വാദം. പ്രവാചക കുടുംബത്തിലെ ഇമാമുകളുടെ ഉയർന്ന ആത്മീയ പദവിയെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുവെന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. ഉദാഹരണത്തിന് പ്രവാചക കുടുംബത്തിലെ ആളുകളായ അഹ്ലുൽ ബൈത്തിനെ ശുദ്ധീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അല്ലാഹു പറയുന്നതായിട്ട് ഖുർആൻ സൂറ 33 ആയത്ത് 33 പറയുന്നു. ഖുർആനിൽ അല്ലാഹു പ്രവാചകൻ ഇബ്രാഹിമിനെയും അദ്ദേഹത്തിൻ്റെ സന്തതികളെയും എല്ലാ മനുഷ്യരെക്കാളും ഉയർത്തിയെന്ന് ഖുർആൻ 3-ന്റെ 31, 33, 34 ആയത്തുകളിലും അതുപോലെ സൂറ 4-ന്റെ 54-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹീമിനെ ഈസ പോലുള്ള പ്രവാചകന്മാരെയും പൂർവികരായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാം പ്രവാചകന്റെ കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ ആയിരിക്കണം ആ മതത്തെ നയിക്കേണ്ടത് എന്നാണ് ഷിയാക്കളുടെ വാദം. ഇതിനർത്ഥം പ്രവാചകന്റെ സന്തതികളിൽ നിന്നുള്ള ഇമാമുമാരെ അള്ളാഹു പദവിയിൽ ഉയർത്തിയവരിൽ ഉൾപ്പെടുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. അഹ്ലുൽ ബൈത്തിൻ്റെ ഉയർന്ന പദവിയെ പ്രവാചകന്റെ പ്രസിദ്ധമായ ഒരു വചനം ഹദീസ് അൽ തകലൈൻ അഥവാ 2 ഭാരിച്ച കാര്യങ്ങളുടെ ഹദീസ് എന്നും പിന്തുണയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ 2 പ്രധാന കാര്യങ്ങൾ അവശേഷിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും എൻ്റെ ബന്ധുക്കളും എൻ്റെ വീട്ടിലെ ആളുകളും അഹ്ലുൽ ബൈത്ത് എന്നാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളെ പ്രവാചകൻ പറഞ്ഞതായിട്ട് ഷിയാക്കൾ ഉറച്ച് വിശ്വസിക്കുകയും അതിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നു. അഹമ്മദ് ഇബ്നു ഹൻബലിൻ്റെ മുസ്നദ്, മുസ്ലിം ഇബ്നു അൽ ഹജിൻ്റെ സാഹി മുസ്ലിം എന്നിവയുൾപ്പെടെ ഷിയ സുന്നി ഹദീസ് രേഖകളിലും ഈ വചനത്തിൻ്റെ സമാനമായ പതിപ്പുകൾ ഇന്നും കാണപ്പെടുന്നുവെന്ന് അവർ വാദിക്കുന്നു. അപ്പോൾ ആത്മീയ വഴികാട്ടി എന്ന നിലയിൽ ഹസ്രത്ത് അലിയുടെ പങ്കിനെ വിശദീകരിക്കുന്ന പ്രവാചക വചനങ്ങളും നമുക്ക് അതിൽ കാണാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. ഞാൻ അറിവിൻ്റെ നഗരമാണ്, അലി അതിൻ്റെ കവാടമാണ്, അറിവാഗ്രഹിക്കുന്നവർ ആ കവാടത്തിലൂടെ നഗരത്തിൽ പ്രവേശിക്കണമെന്നതാണ്. അത്തരമൊരു വചനം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടർച്ചാവകാശത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഫലമായി ഷിയാക്കളുടെ നിരവധി ശാഖകൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നും ഇതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കാരണത്താൽ ഞാൻ അറിവിൻ്റെ ഉറവിടമാണെന്നും അലി അതിൻ്റെ കവാടമാണെന്നും ആർക്കെങ്കിലും അറിവ് കിട്ടണമെങ്കിൽ ആ അലിയിലൂടെ വന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലിയുടെ സന്താന പരമ്പരകളെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുള്ളൂ എന്നാണ് ഷിയാക്കൾ വാദിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ അത് നേരുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ സുന്നികളുടെ വാദങ്ങളും അതുപോലെ മുജാഹിദിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും ഒക്കെ പഠിപ്പീരുകളും അമ്പേ പരാജയത്തിലാകും പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നികൾ പറയുന്നത് അങ്ങനൊരു പിന്തുടർച്ചയില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ സ്കൂൾ ഓഫ് തോട്ട്സ് വളരെ വ്യത്യാസമാണ്, ഷിയാക്കളിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. മാത്രവുമല്ല ഖുറാനിൽ വേറെ 2 അധ്യായങ്ങളും കൂടെ ഈ ഷിയാക്കൾക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ വേറെയും കുറേ ആയത്തുകൾ അവർക്കുണ്ട് എന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ഈ ഷിയാക്കളുടെ ശാഖകളിൽ ഇന്ദാഷാരികൾ, ഇസ്മായിലികൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടമാണ്. അപ്പോൾ അതിനകത്ത് സൈദികൾ എന്നാണ് ഇവരെ പ്രത്യേകമായിട്ട് വിളിക്കുന്നത്. ഷിയ ഇമാമി നിസാരി ഇസ്മായിലിനി മുസ്ലിങ്ങളുടെ ഇപ്പോഴത്തെ ഇമാമാണ്. ആ ഇമാമിൻ്റെ പേര് ആഘാ ഖാൻ എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട മകൾ ബീബി ഫാത്തിമയും അവരുടെ ഭർത്താവായ ഹസ്രത്ത് അലി എന്നിവരിലൂടെയുള്ള അഭിവാജ്യ വംശാവലി അദ്ദേഹം പിന്തുടരുന്നു എന്നാണ്
ഷിയാക്കൾ ഇപ്പോഴും വിശ്വസിക്കുകയും അങ്ങനെ അവരുടെ ആ ഭരണം അവരുടെ നാടുകളിൽ അവർ ഭരിക്കുന്ന ഇടങ്ങളിൽ വരുത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. സുന്നികളുമായിട്ട് നിരന്തരം ഇവരെ കലാപത്തിലാണ്. സുന്നികൾ ഇവരെ എവിടുന്ന് കണ്ടാലും ബോംബെറിഞ്ഞു കൊല്ലണം, അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നവരുമാണ്. ഇനിയും ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യം കൂടെ ഇസ്ലാമിലെ ഈ സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള വ്യത്യാസത്തെ വളരെ കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് ഇറാനിൽ ഈ പ്രത്യേകിച്ച് ഷിയ മുസ്ലിങ്ങളുടെ ഇടയിൽ നിക്കാഹ് മുത്താഹ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ് ഈ നിക്കാഹ് മുത്താഹ് എന്ന് പറഞ്ഞാൽ? അതിനെ മലയാള വിവർത്തനം ആനന്ദ വിവാഹം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക കല്യാണം. ഷിയ ഇസ്ലാമിൽ ആചരിക്കുന്ന ഒരു താൽക്കാലിക വിവാഹ രീതിയാണിത്. ഈ തരത്തിലുള്ള വിവാഹത്തിൻ്റെ കാലാവധി അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിശ്ചയിക്കുകയും അത് ചിലപ്പോൾ 2 ദിവസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കായിരിക്കാം, ചിലപ്പോൾ 2 മണിക്കൂർ നേരത്തേക്കായിരിക്കാം. ഉദാഹരണത്തിന് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, അദ്ദേഹം കോട്ടക്കലിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്നു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ കോട്ടക്കലെ വീട്ടിലേക്ക് വരാൻ 2 ദിവസം വൈകിയാൽ അദ്ദേഹത്തിന് എറണാകുളത്തുള്ള ഒരു ഷിയ ആണെങ്കിലും അദ്ദേഹം ഈ ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിന് അവിടെ ഈ മുത്തുവ കല്യാണം നടത്താനുള്ള അനുവാദമുണ്ട്. അദ്ദേഹം ഒരു മഹർ കൊടുക്കുന്നു. ചിലപ്പോൾ 5000 രൂപയായിരിക്കും, ചിലപ്പോൾ 500 രൂപയായിരിക്കും. എത്രയാണോ വാടക എന്ന് നമ്മൾ പറയുന്നത് ആ തുക കൊടുത്തിട്ട് ആ സ്ത്രീയെ 1-2 ദിവസത്തേക്ക് തനിക്ക് സ്വന്തമാക്കി വെക്കും. അത് കഴിയുമ്പം മുത്തലാഖ് ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പോവുകയും ചെയ്യും. അപ്പോൾ ഇത് അവരുടെ ഇടയിൽ ഇന്നും നടക്കുന്നു. അപ്പം ഒരാഴ്ചയോ 1 ദിവസമോ 2 മണിക്കൂറോ 2 ആഴ്ചയോ എത്രയാണോ ആ കാലാവധി പൂർത്തിയാകുമ്പോൾ യാന്ത്രികമായി തന്നെ ആ വിവാഹം ഇല്ലാതെയാകും. അതിന് മുത്തലാഖ് എന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ലേ പോലും ആ ടൈം പീരീഡ് മാത്രമേ അവർ ഒരുമിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാരണത്താൽ ഈ വേശ്യാവൃത്തിയുടെ മതപരമായ മറയും നിയമവിധേയമാക്കലുമായി നിക്കാഹ് മുത്താഹ് വ്യാപകമായിട്ട് വിമർശിക്കപ്പെടുന്നുണ്ട്. ഈ ഷിയാക്കൾ ചെയ്യുന്ന ഈ വിവാഹം അല്ലെങ്കിൽ താൽക്കാലിക വിവാഹം അത് വ്യഭിചാരത്തിന് തുല്യമാണെന്ന് ആദ്യമായിട്ടിത് ഇതിനെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയ തോമസ് പാട്രിക് ഹ്യൂസ് മുത്താഹ് എന്ന് പറയുന്ന ഒരു വളരെ മനോഹരമായ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് പുരാതന അറബിയിലെ മ്ലേച്ഛമായ ആചാരങ്ങളിൽ നിന്ന് ഒന്ന് തുടരാൻ അനുവദിക്കുന്നതായിട്ട് വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ സെയ്നോ ബാരൻ, എലീന ആൻഡ്രീവ തുടങ്ങിയ പാശ്ചാത്യ എഴുത്തുകാർ ഇത്തരത്തിലുള്ള വിവാഹം വേശ്യാവൃത്തിയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഷഹല ഹേരിയുടെ അഭിപ്രായത്തിൽ 1979 വിപ്ലവത്തിന് മുമ്പ് മതേതര ഇറാനിയൻ മധ്യവർഗങ്ങൾ താൽക്കാലിക വിവാഹത്തെ മതനിയമ വിധേയമാക്കിയ വേശ്യാവൃത്തിയുടെ രൂപമായിട്ടാണ് വീക്ഷിച്ചത്. വ്യഭിചാരത്തിന് നൽകുന്ന മതപരമായ മൂടുപടം എന്ന് അവർ അതിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ പ്രവാചകൻ്റെയും അബൂബക്കറിൻ്റെയും കാലത്ത് മുത്തുവ അനുഷ്ഠിച്ചിരുന്നുവെന്ന് എല്ലാ മുസ്ലിം നിയമ സ്കൂളുകളും അംഗീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി പിന്നീട് ഈ ആചാരം വേണ്ട എന്ന് വെക്കുകയും അതിനാൽ ഇത് വേശ്യാവൃത്തിക്ക് തുല്യമാണെന്ന് ചില ആളുകൾ കരുതുകയും ചെയ്തതായിട്ട് സുന്നികൾക്കിടയിൽ ഇത് നിഷിദ്ധമാക്കപ്പെടാൻ കാരണമായിട്ട് പറയുന്നു. എന്നാൽ രണ്ടാമത്തെ ഖലീഫായ ഉമർ ഇബ്നു ഖത്താബ് അത് പുനഃസ്ഥാപിച്ചു എന്ന് ഷിയാക്കൾ വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സാധൂകരിക്കപ്പെടുന്നതാണ്. കൂടാതെ മുത്തുവ ഒരു സാധുവായ ആചാരമായി അവരിതിനെ വീക്ഷിക്കുകയാണ്. വേശ്യാവൃത്തിക്കെതിരായ ഒരു സംരക്ഷണമായി അല്ലെങ്കിൽ പതിവ് വിവാഹം സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത് അത്യാവശ്യമായിട്ട് അവർ കണക്കാക്കുന്നു. ഖുർആൻ ഇത് നിയമവിധേയമാക്കിയിട്ടുണ്ടെന്ന് ഷിയാക്കളും പറയുന്നുണ്ട്. സൂറ 4:24 അത് കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ ഇത് ഖുറാനികമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന വിവാഹ രീതിയാണെന്ന് പറയുന്നത്. മുത്തുവ വേശ്യാവൃത്തിക്ക് ഒരു മറയാണെന്ന വിമർശനത്തെ ഷിയാക്കൾ വ്യവസ്ഥാപിതമായി എതിർക്കുകയും മുത്തുവ വേശ്യാവൃത്തിയിൽ നിന്ന് പ്രത്യയശാസ്ത്രപരമായി വേർതിരിക്കുന്ന താൽക്കാലിക വിവാഹത്തിൻ്റെ നിയമപരമായ പ്രത്യേകതയെക്കുറിച്ചുള്ള അവരുടെ ന്യായീകരണങ്ങൾ വാദിക്കുകയും ചെയ്യുന്നു. താൽക്കാലിക വിവാഹങ്ങളിൽ ജനിക്കുന്ന കുട്ടികളെ നിയമാനുസൃതമായി കണക്കാക്കുന്നു. സ്ഥിരമായ വിവാഹങ്ങളിൽ ജനിക്കുന്ന സഹോദരങ്ങളുമായി തുല്യ നിയമ പദവിയും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ 2 മാതാപിതാക്കളിൽ നിന്നും അനന്തരാവകാശം നേടുകയും ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. എന്നാൽ വധു വിവാഹിതയായിരിക്കരുത് ഇതിനു മുമ്പ് എന്നൊരു നിയമം മാത്രം. എന്ന് പറഞ്ഞാൽ അവരെ കല്യാണം കഴിപ്പിക്കാത്ത ഒരു
പാതിവൃത്യമുള്ള ഒരു വേശ്യ ആണെങ്കിൽ അവളിൽ ഒരാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തിന് ഒരു കുട്ടിയുണ്ടായാൽ ആ കുട്ടി അവരുടെ കുടുംബത്തിൽ അംഗീകരിക്കപ്പെട്ട കുട്ടിയായി തന്നെ നിൽക്കുമെന്നാണ് ഷിയാക്കളുടെ വാദം. അവൾ മുമ്പ് ഒരിക്കലും വിവാഹിതയായിട്ടില്ലെങ്കിൽ അവളുടെ വാലിയുടെ അനുമതി നേടണം. അവൾ മുസ്ലിം ആയിരിക്കണം. അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ആരെ കെട്ടാം? അഹൽ അൽ കിതാബിൽ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥത്തിലെ ആളുകൾ ഉൾപ്പെട്ടിരിക്കണം. അതാരാണ് ഈ ഗ്രന്ഥത്തിലെ ആൾക്കാർ? അതാണ് ക്രൈസ്തവരും ജൂതികളും. അവിടെ യഹൂദന്മാരൊക്കെ ഉണ്ട്, ക്രൈസ്തവരും ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഏതെങ്കിലും പെൺകുട്ടിയാണെങ്കിലും മതി. അവൾ പവിത്രയായിരിക്കണം, അറിയപ്പെടുന്ന വ്യഭിചാരിണി ആകരുത്. ഇസ്ലാമികമായി കന്യകയല്ലെങ്കിലോ അവൾക്ക് വാലി അഥവാ ഇസ്ലാമിക നിയമപരമായ രക്ഷാധികാരികൾ ഇല്ലെങ്കിലോ മാത്രമേ അവൾക്കിത് സ്വതന്ത്രമായി ചെയ്യാൻ കഴിയൂ. അപ്പോൾ വേശ്യാവൃത്തി സ്വതന്ത്രമായി ചെയ്യണമെങ്കിൽ മാതാപിതാക്കളുടെ ഒന്നും കൺട്രോൾ ഉണ്ടാകരുത്, സ്വന്തമായിട്ട് അവൾക്ക് ഭർത്താവും ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഈ കാര്യത്തിൽ ഇടപെടാം എന്നാണ് ഷിയാക്കളുടെ വാദം. അപ്പോൾ കരാറിൻ്റെ അവസാനം വിവാഹം അവസാനിക്കുകയും ഭാര്യ ഇദ്ദയ്ക്ക് വിധേയാകുകയും വേണം. വിവാഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു കാലയളവ്. അതിനാൽ ലൈംഗിക ബന്ധം താൽക്കാലിക വിവാഹ കരാറിനിടെ ഭാര്യ ഗർഭിണിയായാൽ ഏതെങ്കിലും കുട്ടികൾക്ക് പിതൃത്വം ഉറപ്പ് നൽകപ്പെടുന്നു എന്നതാണ് ഇദ്ദയുടെ ലക്ഷ്യം. സമൂഹത്തിൽ നിന്ന് വേശ്യാവൃത്തി ഇല്ലാതാക്കുന്നതിനുള്ള ഒരു മാർഗമായി ഷിയ പണ്ഡിതന്മാർ മുത്ത വിവാഹത്തെ കാണുന്നു, അഥവാ ഈ ഒരു താൽക്കാലിക കല്യാണത്തെ കാണുകയാണ്. നമ്മുടെ നാടുകളിൽ ഇത് ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നതായിട്ടൊക്കെ ചില ആളുകൾ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹസ്രത്ത് അലിയും ആയിഷ ബീവിയും തമ്മിലുണ്ടായ കുടിപ്പകയെ തുടർന്നുണ്ടായ ഒട്ടക യുദ്ധവും ഇമാം അൽ ബുഖാരിയിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90,000 ആളുകളാണ് ഇരുപക്ഷത്തു നിന്നും അന്ന് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെന്നത് മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒന്നാണെന്നുള്ളത് നമുക്കറിയാം. ഇതാണ് ഇസ്ലാമിൻ്റെ ഷിയ സുന്നി ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണചിത്രം. വേറെയും പ്രത്യേകമായിട്ടുള്ള 10 വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ അത് പറയാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ സുന്നി പക്ഷവും ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളും ഇസ്രായേലിനോടൊപ്പമാണ്. സുന്നികൾ അവിടെ മൈനോറിറ്റിയാണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലെ വഹാബികൾ എന്ന് ഈ സുന്നികൾ കളിയാക്കി വിളിക്കുന്നതായിട്ടുള്ള നമ്മുടെ മുജാഹിദീൻ ഗ്രൂപ്പ്, അവരെ കണ്ടെടുത്ത് വെച്ച് അടിച്ചു ഓടിക്കുന്ന സമ്പ്രദായമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് അവർ നല്ല പങ്കും അവിടുന്ന് പലായനം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഉള്ള ആളുകൾ അവരെല്ലാം ഇസ്രായേലിനോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇടതന്മാരായിട്ടുള്ള ചില ആളുകൾ ഇറാനൊപ്പമാണ് എന്ന വാദം നാട്ടിൽ പരക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആരുടെ പക്ഷത്തെന്ന ചോദ്യത്തോടെ നമ്മൾ വീണ്ടും കാണും വരെ നമുക്കിത് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.